ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഏകദേശം 250 ഗ്രാം വെണ്ടയ്ക്ക, സവാള ചെറുതായി മുറിച്ചത് 1, എണ്ണ, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് പാൻ ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ഒന്ന് ചൂടായതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരിക്കൽ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എനിക്കിതുപോലെ എടുക്കുന്നതാണ് ഇഷ്ടം. ഇത് മോരുകറിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഫേവറേറ്റ് റെസിപ്പീസിലൊന്നാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ എൻ്റെ അമ്മ ഡെയിലി ഇതുണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.